സ്ത്രീകൾ എന്ന് പറയുന്നത് പുരുഷന്മാരെ കാട്ടിലും മുൻകൂട്ടി കാണാനുള്ള കഴിവും മൾട്ടി ടാസ്ക് എടുക്കാനുള്ള കഴിവും അല്ല, ഒരു ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും അല്ലേ, സ്വാഭാവികമാണ്. പക്ഷേ സ്ത്രീകൾ നോക്കുന്നതും പുരുഷന്മാർ നോക്കുന്ന വ്യത്യാസമുണ്ട്. സ്ത്രീകളെ ഒരൊറ്റ നോട്ടം നോക്കുന്നില്ല, അതിനകത്ത് കംപ്ലീറ്റ് പിടിച്ചിരിക്കും, ഉള്ളിൽ പതിഞ്ഞു കഴിഞ്ഞു, രണ്ടാമത് നോക്കണമെന്നില്ല. പക്ഷെ പുരുഷൻ അങ്ങനല്ല, അവന് ഓർത്ത് വെക്കാനുള്ള കഴിവില്ലാത്തതാണ് അവൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇത് പുരുഷന്മാരറിയുന്നില്ല. അപ്പൊ ഈ മുൻകൂട്ടി കാണാനുള്ള കഴിവും സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ കഴിവുള്ള പെണ്ണ് ഒരൊറ്റ കാര്യത്തിലാണ് തകർന്നു പോകുന്നത്. അതോടെ അവളുടെ എല്ലാ കഴിവും തരും. എന്താണെന്നറിയാമോ, നമ്മൾ ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ആശ്ചര്യപ്പെട്ടു പോകും. ഒരു മാച്ചും ഇല്ലാത്ത ചില പിള്ളേർ പോകണം, ചുമ്മാ ഫ്രീക്കന്മാർ പിള്ളേർ, അവന് കഞ്ചാവിന്റെ പരിപാടി ഉണ്ടാകും, കള്ളക്കടത്തുണ്ടാകും, തോന്നിയവാസിയാണ്, ഇത് എല്ലാം അറിയാം, ഇവക്കും അറിയാം. പക്ഷെ പെട്ടുപോയി. ചിലപ്പോൾ തൻ്റെ അടികളായ പെൺകുട്ടികളുണ്ടാവും. എന്നെ അങ്ങനൊന്നും ആർക്കും വീഴ്ത്താനൊന്നും പറ്റില്ല. പക്ഷേ ഇവളുടെ കണ്ണിന്റെ മുന്നിലൂടെ പല പ്രാവശ്യം ഇവൻ ഏതെങ്കിലും വിധത്തിൽ കാണാനും എടുക്കാനും സാഹചര്യം സൃഷ്ടിച്ച ഉറപ്പാണ് അവിടെ ഉള്ളിൽ സ്ഥാനം പിടിക്കുന്നത്. കാരണം നമ്മുടെ ഉപബോധ മനസ്സിന് ലോജിക്കില്ല. കോൺഷ്യസ് മൈൻഡിന്റെ കണ്ണിന്റെ മുന്നിലൂടെ പോകുന്നതെല്ലാം ഉപബോധ മനസ്സ് റിപ്പീറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സൗഹൃദത്തിലേക്ക് എത്തും. പരിചയമില്ലാത്ത ആൾക്കാർ വന്നാൽ കാരണവന്മാർ പറയും, സ്ത്രീകൾ പെൺകുട്ടികളെ കയറി അകത്ത് പോകാൻ പറയും. ഇപ്പോഴത്തെ കുട്ടികളാണെന്ന് പറയും, എന്തിനാ അകത്ത് പോകുന്നു? നമ്മുടെ ഒരു വിവാഹം കഴിഞ്ഞൊരു പങ്കാളിയെ തിരഞ്ഞെടുത്ത് പങ്കാളുക എന്നാ പറയുന്നത് അല്ലേ. നമ്മളെ പാതി പങ്കാളി കഴിഞ്ഞാൽ അവിടെ നല്ലത് ചീത്തയുണ്ടാവും. പക്ഷെ അതിനെയൊക്കെ കൃത്യമായ രീതിയിൽ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കി ഇതല്ല, എവിടെ പോയാലും ഇതിനപ്പുറമായിരിക്കും, ലഭിച്ചതിനെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ പലരും ഇപ്പം ചിന്തിക്കുന്നുണ്ട്, ഇതായതുകൊണ്ടാണ് പ്രശ്നം, ഇതും കളഞ്ഞേക്കാം, എന്നാൽ അടുത്തത് ഇതിലും നല്ലത് വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. അടുത്ത വരുന്ന ഇതിലും വലിയ കുരിശായിരിക്കും. ഈ സ്വന്തമായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പഠിക്കാത്തവർ ഏത് വണ്ടി കിട്ടിയിട്ടും കാര്യമില്ല. നമുക്ക് ഓടിക്കാനായിട്ട് നല്ലോണം ആദ്യം പഠിക്കാം. അതുവരെ ഉണ്ടായിരുന്ന ജീവിതത്തിൽ ഒരു കുഞ്ഞു കുഞ്ഞു അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തിയാൽ, ചെറിയൊരു ബാലൻസിങ് നടത്തിയാൽ ഇത് റെഡി ആവുന്നതാണ്. പല കേസുകളും ആദ്യ കാലഘട്ടത്തിൽ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, വിവാഹത്തിന് മുമ്പേ നമ്മുടെ സെന്ററിൽ വരുമ്പം വിവാഹത്തിന് മുമ്പേ നിങ്ങൾ കൈ കൊടുക്കുന്നതിന് മുമ്പ്, ഉറപ്പിക്കുന്നതിന് മുമ്പ് വന്നൊരു സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ എടുക്കുക. ഇവരുടെ ഉള്ളിലുള്ള അഭിരുചികൾ എന്താന്നുള്ള കൃത്യമായ രീതിയിൽ നമുക്കറിയാൻ പറ്റും. അത് ഏകദേശം മാച്ചാണെങ്കിൽ ഗോ ഹെഡ്. നമ്മളെല്ലാം പ്രതീക്ഷിക്കുകയാണ് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ഇനിയിപ്പം പ്രേമിക്കുന്ന കുട്ടികളാണെന്നും പേരൻസിനോടൊക്കെ പറഞ്ഞാൽ, എനിക്ക് അവനെ അല്ലെ അവളെ അറിയാം, എത്ര വർഷമായിട്ട് എനിക്ക് നന്നായി അറിയാം, അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ആർക്കെങ്കിലും ആരെങ്കിലും വ്യക്തമായി മനസ്സിലാവും നെവർ. അതുകൊണ്ടാണ് പറഞ്ഞത്, ആ തേർഡ് അറയിലുള്ള സോളിനകത്തുള്ള പെരുമാറ്റങ്ങളും രീതികളും അതാണ് റിയൽ. അത് പുറമേയുള്ള ഒരു പങ്കാളിക്ക് അറിയാൻ പറ്റും. എപ്പോഴും മനസ്സിലാക്കുന്ന കാര്യം, ഒരു വീട്ടിൽ ഒരു 2-3 ദിവസം ഒറ്റയ്ക്ക് ഡോറൊക്കെ ലോക്ക് ചെയ്ത് ഒരാൾ കഴിയുകയാണെങ്കിൽ അയാൾ അവിടെ കാണിക്കുന്ന പല കാര്യങ്ങളുണ്ടാവും. അയാളുടെ ഒരു ജീവിത രീതി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അയാൾ ഡ്രസ്സ് ഇടാതെ നടക്കും, ചിലപ്പോൾ അയാൾ ആഹാരം കഴിക്കുന്ന രീതികൾ അതുപോലെ കാണിക്കുന്ന രീതിയിലായിരിക്കില്ല, കഴിക്കുന്ന ആഹാരം ചിലപ്പോൾ വേറെ വല്ലതുമായിരിക്കും. അതാണ് യഥാർത്ഥ അയാൾ. ഇനിയിപ്പോ ആധുനിക കാലഘട്ടത്തിൽ എലോൺ മസ്ക് ഒക്കെ കണ്ടുപിടിക്കേണ്ടി വരികയാണ്. എന്താ പറയുക, നമ്മുടെ ബ്രെയിനിൽ പിടിപ്പിക്കുന്ന ഒരു ചിപ്പുണ്ട്. ഒരു വ്യക്തിയുടെ മനോവ്യാപാരം എന്താണോ അത് കൃത്യമായി കമ്പ്യൂട്ടറിൽ വന്നുകൊണ്ടിരിക്കും. ഇനി വരാൻ പോകുന്ന കാലം വലിയ പാടാണ്, ഇന്നത്തെ കാലത്ത് ഭയങ്കര പാടാണ്. അപ്പൊ അതിനു മുമ്പ് നമുക്കിപ്പം പൊതുവേ ഉള്ള ചില മാച്ച്, ഈ മൈൻഡിന്റെ ഡേറ്റ ഘടന എങ്ങനെയാണെന്ന് അറിഞ്ഞ ശേഷം ഇതിലേക്ക് പോവുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഈ പല സന്ദർഭങ്ങളിലും സംഭവിക്കുന്നത് നമ്മൾ ജഡ്ജ്മെന്റാണ്, ഇങ്ങനെ ആയിരിക്കാം എന്ന് ആദ്യ കാലഘട്ടം. ഞാനൊരു സംശയം ചോദിക്കട്ടെ. അപ്പൊ ഈ കല്യാണത്തിന് മുമ്പ് രണ്ടുപേര് നമ്മുടെ അടുത്ത് വരികയാണെന്ന് വെക്കുക, നമ്മളിവർ രണ്ടുപേരോട് സംസാരിക്കും ആയിട്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷൻ, നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് നിന്ന് സംസാരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇപ്പൊ സാറാണെന്ന് വെച്ചിരിക്കണം, സാർ എടുക്കുന്ന ഒരു ഡിസിഷൻ ചിലപ്പോൾ തെറ്റാവില്ലേ? കാരണം കല്യാണം കഴിയുമ്പോൾ ഇവരങ്ങ് മാറിപ്പോയാലോ? അതിനവരെ ഇവരുടെ പെരുമാറ്റത്തെ വെച്ചല്ല നമ്മൾ കൺസൾട്ട് ചെയ്യുന്നത്. അവരുടെ ഉള്ളിലുള്ള ഒരു എന്താ പറയുക, സോഫ്റ്റ്വെയർ ഉണ്ട്, മനസ്സ്. അതെല്ലാവർക്കും മനസ്സിന്റെ പ്രവർത്തനം ഏകദേശം ഒരുപോലെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. അപ്പം മനസ്സിന്റെ പ്രവർത്തനം എങ്ങനെയെന്നുള്ളത് കൃത്യമായ രീതിയിൽ ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു. അതിന് പകരം മറ്റു ഉപദേശമാണ് നമ്മൾ സാധാരണ കൗൺസിലിംഗ് കൊടുക്കുക. നിങ്ങൾ ഇങ്ങനെ പെരുമാറണം, അങ്ങനെ പെരുമാറണം. പെരുമാറ്റം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും മാറുമോ? മനസ്സാണ് ശരിക്കും പറഞ്ഞാൽ യോജിക്കുന്നത്, ശരീരമല്ല. സത്യമായി മനസ്സ് ചോദിച്ചാലേ ശരീരം ചോദിച്ചിട്ടും കാര്യമുള്ളൂ. ഇതിലേക്ക് എത്തിക്കാൻ വിട്ടുവീഴ്ചകൾ, ഇപ്പോൾ ഒരാളുടെ യഥാർത്ഥ ക്യാരക്ടർ ഇതാണ് കേട്ടോ, അവരെ കൊണ്ട് തന്നെ സമ്മതിപ്പിക്കും. ആ ശരിയാ, ഞാൻ ഇതാണ്, മറ്റേയാൾ ഇരിക്കെ തന്നെയാണ്, എൻ്റെ ഇതാണ്. ഇതിൽ പൊരുത്തപ്പെടാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. ഇത്തരത്തിൽ കൃത്യമായ രീതിയിൽ ബോധ്യപ്പെടുത്തി ഒരു യൂസർ മാനുവൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് രണ്ടുപേര് പറഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഒരാൾ ഭയങ്കരമായിട്ടുള്ള ഷോർട്ട് ടെമ്പേർഡാണ്, എനിക്കറിയാം മറ്റേ ആള് വൈഫ് ഷോർട്ട് ടെമ്പേർഡാണ് എന്ന് ഞാൻ റിയലൈസ് ചെയ്ത് അവിടെ പ്രശ്നം തീർന്നു. ഇപ്പം സംസാരിക്കേണ്ട, കുറച്ച് കഴിയട്ടെ. ഇതറിയണമെങ്കിൽ മനസ്സെങ്ങനെ പ്രവർത്തിക്കുന്നത് അറിയണം. അല്ലെങ്കിൽ ഇതിന് അപ്പം തന്നെ തിരിച്ച് ഇയാളും ഷോർട്ട് ടെമ്പേർഡ് ആവും. ഇങ്ങനെ വരുമ്പോൾ ഈ ഇടി വരുന്നത്
ഇത് വരാതിരിക്കണമെങ്കിൽ റിയലൈസ് ചെയ്യാൻ പഠിക്കുക, മനുഷ്യനെ പഠിച്ചിട്ട് ശേഷം മനുഷ്യരുമായിട്ട് മുന്നോട്ട് പോവുക. ഇതറിയാത്രത്തോളം കാലം പ്രശ്നമാണ്. അപ്പം ഇനിയൊരു കാലഘട്ടത്തിലും ഈ പറയുന്ന ഒരു സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ വിവാഹത്തിന് മുമ്പ്, ഇനിയിപ്പം പ്രണയിച്ചിരിക്കുന്നവരുണ്ട്. എൻ്റെ അടുത്ത് പലപ്പോഴും ലോ കോളേജിൽ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്, അഭ്യസ്തവിദ്യരാണ്. ഇവർ ഏകദേശം ഒരു ടൈമിലോട്ട് എത്തി. ഇനി ഞങ്ങൾ തമ്മിലൊന്ന് പൊരുത്തപ്പെടുമോ എന്നറിയാനായിട്ട് വരാറുണ്ട്. കുറച്ച് അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കുന്നവരാണ്. ഒരു മനഃശാസ്ത്രജ്ഞനെ കണ്ടു കളയാം, ഞങ്ങൾ ഒരുമിച്ച് എങ്ങനെ ചെയ്യും. അപ്പം ഞാൻ പലപ്പോഴും രണ്ടുപേരെ മാറ്റി ചെയ്ത് ഓരോരുത്തരായിട്ട് കേൾക്കും. അപ്പം ഞാൻ ഇവരോട് ചോദിക്കാനുള്ളത്, എത്ര വർഷമായി നിങ്ങൾ പരിചയപ്പെടുക അല്ലെങ്കിൽ പ്രണയത്തിലായിട്ട്? അത് ഞങ്ങളൊരു ഏകദേശം 3.5 വർഷത്തോളം അല്ല 4 വർഷമായി. ഓക്കെ. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഈ നിങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞെന്ന് തന്നെ സങ്കല്പിക്കുക. കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞു, അവൾ നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും നിനക്ക് അവളെ സ്നേഹിക്കാൻ പറ്റുമോ? അതെങ്ങനെ ശരിയാകുന്നു? അപ്പോൾ അവിടെ കട്ടാണ്. അതെ, ശരി. പയ്യനെ പുറത്തോട്ടിരുത്തി പെൺകുട്ടിയെ വിളിച്ചു, കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്, ഇത്ര നാളായി നിങ്ങൾ പ്രണയിച്ചിട്ട്, അവൻ എനിക്ക് ജീവൻ വരെ തരുമെന്നൊക്കെ പറയും. തിരിച്ചു ചോദിക്കും, ഇനി വിവാഹം കഴിഞ്ഞ് കുറച്ചാൾ കഴിയുമ്പം അവന് നിന്നെ ഇതേപോലെ സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിൽ നിനക്ക് അവനെ സ്നേഹിക്കാൻ പറ്റുമോ? അത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിക്കാതിരിക്കുകയാണ് നല്ലത്. വിവാഹം കഴിഞ്ഞാൽ പലപ്പോഴും 24 മണിക്കൂറും സ്നേഹിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഓരോരുത്തർക്കും ജീവിത യാഥാർത്ഥ്യങ്ങൾ കിടക്കേണ്ടതായിട്ടുണ്ട്. ഇവർ ഈ ഇപ്പോൾ ഉള്ള മൂമെൻറ്റിനെ മാത്രമാണ് മനസ്സിലേക്ക് എടുത്തിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴും ഒരു അകം കൊണ്ട് ഒരു ബ്രോഡായ ശേഷം മാത്രം, ഒരു പക്വമായ ശേഷം മാത്രം ഇതിലേക്ക് എത്തിക്കുക. പലപ്പോഴും ഇത് നോക്കിയൊന്നും ഇറങ്ങി തിരിക്കാറില്ല. എപ്പോഴും മനസ്സിലാക്കാനുള്ളത്, ഈ സ്ത്രീകൾ എന്ന് പറയുന്നത് അവർ പുരുഷന്മാരെ കാട്ടിലും മുൻകൂട്ടി കാണാനുള്ള കഴിവും മൾട്ടി ടാസ്ക് എടുക്കാനുള്ള കഴിവും ആത്മശക്തിയും കൂടി ഉണ്ടെന്നുള്ള. അതുകൊണ്ടാണ് വിവാഹത്തിന് പ്രായം നിശ്ചയിക്കുമ്പോൾ കണ്ടിട്ടുണ്ടോ, പുരുഷന്മാർക്ക് 3, 4, 5, ചിലപ്പോൾ 10 വയസ്സ് കൂടുതലായി. പെണ്ണ് താന്നിരുന്ന, പക്ഷെ വിവാഹം കഴിഞ്ഞാൽ 10 വയസ്സ് മുന്നോട്ടായിരിക്കും പെണ്ണിൻ്റെ മനസ്സ്. കാരണം അവൾക്കാണ് എല്ലാം മുൻകൂട്ടി കാണാനുള്ള കഴിവ്. ഇപ്പം തന്നെ എതിരെ ഒരു പുരുഷൻ വരുന്നു, അല്ല ഒരു ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും അല്ലേ, സ്വാഭാവികമാണ്, അത് പ്രകൃതി സജ്ജമാണ്. പക്ഷേ സ്ത്രീകൾ നോക്കുന്നതും പുരുഷന്മാർ നോക്കുന്ന വ്യത്യാസമുണ്ട്. സ്ത്രീകളെ ഒരൊറ്റ നോട്ടം നോക്കുന്നുള്ളൂ, അതിനകത്ത് കംപ്ലീറ്റ് പിടിച്ചിരിക്കും, ഉള്ളിൽ പതിഞ്ഞു കഴിഞ്ഞു, രണ്ടാമത് നോക്കണമെന്നില്ല. പക്ഷെ പുരുഷൻ അങ്ങനല്ല, അവന് ഓർത്ത് വെക്കാനുള്ള കഴിവില്ലാത്തതാണ്, അവൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പം സ്ത്രീകളുള്ളിൽ മാർഗിടും, ഇവൻ എന്തൊരു അലവലാതിയാ, വായി നോക്കിയാ. ഇത് പുരുഷന്മാരറിയുന്നില്ല. അപ്പോൾ ഈ മുൻകൂട്ടി കാണാനുള്ള കഴിവും സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ കഴിവുള്ള പെണ്ണ് ഒരൊറ്റ കാര്യത്തിലാണ് തകർന്നു പോകുന്നത്. അതോടെ അവളുടെ എല്ലാ കഴിവും തീരും. എന്താണെന്നറിയാമോ? ആൾ ഇമോഷണലാണ്. ഓക്കെ. കൂടുതൽ പെണ്ണ് ഇമോഷണൽ. അതുകൊണ്ടാണ് പലപ്പോഴും ട്രാപ്പിലായി പോകുന്നത്. ഇത്രയും ബുദ്ധിയൊക്കെ ഉണ്ടായിട്ടും, എത്രയോ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർ പോലും നമ്മൾ ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ആശ്ചര്യപ്പെട്ടു പോകും. ഒരു മാച്ചും ഇല്ലാത്ത ചില പിള്ളേർ പോകണം, ചുമ്മാ ഫ്രീക്കന്മാർ പിള്ളേർ. അവന് കഞ്ചാവിൻ്റെ പരിപാടി ഉണ്ടാകും, കള്ളക്കടത്തുണ്ടാകും, തോന്നിയവാസിയാണ്. ഇത് എല്ലാം അറിയാം, ഇവക്കും അറിയാം, പക്ഷെ പെട്ടുപോയി. കാരണം നിരന്തരം കണ്ടു വന്നപ്പോഴത്തേക്ക് ഇവളുടെ ഇമോഷണലിലെ കയറി പിടിച്ചിരിക്കുന്നത്. ആ ഇമോഷണലി ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധനം പോയി. മറ്റുള്ളവർ പുറമേ നിന്ന് അതാണ് എത്ര ബുദ്ധിപരമായിട്ട് ഉപദേശിച്ചെന്ന് പറഞ്ഞാലും ഉള്ള കേൾക്കില്ല. ഇവിടെയൊക്കെ കൃത്യമായ രീതിയിൽ എങ്ങനെയാണ് നിനക്ക് സംഭവിച്ചത്, നിനക്കിൻ്റെ കുറ്റമല്ല. പലരും അവരെ കുറ്റപ്പെടുത്തുക ചെയ്യുന്നത്. നമ്മൾ ഏത് സാഹചര്യത്തോടും ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിൽ കടന്നു കൂടുന്നത് ഇതുപോലെയല്ല പിന്നെയും സംഭവിച്ചിരിക്കുക എന്നുള്ള അവബോധം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ പിടിച്ചിരിക്കാൻ പറ്റും. ഈ പ്രണയത്തിന് ഇത്രയും വലിയ തീവ്രതയുണ്ട്. ഞാനത് ചോദിക്കാൻ കാര്യം, ഒരു കറണ്ട് പൊളിറ്റിക്സ് ആണെങ്കിൽ ഞാൻ ചോദിക്കാം. കഴിഞ്ഞ ദിവസം ഇവിടെ വലിയ ചർച്ചകളൊക്കെ ഞങ്ങളുടെ ചാനൽ റൂമുകളിൽ നടന്നൊരു വിഷയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയം നടക്കും. ഇന്നലെ പുറത്തു വന്ന സ്ക്രീൻഷോട്ട്, അതില് രാഹുൽ പറയാണ്, രാഹുല് ആ പെൺകുട്ടി വിവാഹിതയാണ്, വിവാഹം കഴിഞ്ഞ് ഡിവോഴ്സ് ആയിട്ടില്ല, പക്ഷെ ഭർത്താവുമായി സെപ്പറേറ്റഡ് ആയിട്ട് ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയോട് രാഹുൽ പറയുന്നു, എനിക്ക് നിന്നിലൊരു കുട്ടി വേണം. അപ്പോൾ ഇവള് പറയുന്നു, അതിനാ എനിക്കൊരു കുട്ടി വേണം, നീ വരണം. അപ്പോൾ ഇവള് പറയുന്നു, വരാം, പക്ഷെ പിൽസ് മുഖ്യം. ആ വാക്കതാണ് പിൽസ് മുഖ്യം. നോ, എനിക്ക് നിന്നെ പ്രഗ്നന്റ് ആക്കണം. ഇത്രയും മാത്രമാണ് പുറത്തു വിട്ടിരുന്നത്, മുന്നോട്ടും പിന്നോട്ടും ഒക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ആലോചിക്കുന്നത്, ഈ പെൺകുട്ടി വിദ്യാസമ്പന്നയായ ഒരു പെൺകുട്ടിയാണ്, ജോലിയുള്ള ഒരു പെൺകുട്ടിയാണ്. പുറത്ത് പേര് പറയാൻ പറ്റില്ല, എങ്കിലും ഞാൻ പറയാണ്, അത്രയും വിദ്യാസമ്പന്നയായ ഈ കുട്ടി പിൽസ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണം കഴിക്കാത്ത നിന്ന് ഗർഭം ധരിക്കാൻ വേണ്ടി പോയി ഗർഭം ധരിച്ചു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. ഞാനിങ്ങനെ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ജേർണലിസ്റ്റുകളായിട്ടുള്ള പെൺകുട്ടികൾ പറയുന്നത്, അത് അവളുടെ അവസ്ഥ അതായിരിക്കും. ഭർത്താവുമായി പിരിഞ്ഞ് നിൽക്കുമ്പോൾ സങ്കടപ്പെട്ട് നിൽക്കുന്നവർക്ക് ഒരു ആശ്വാസം കൊടുത്താണ് അവൻ്റെ വാക്ക് വിശ്വസിച്ചു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ രാഹുലിൻ്റെ വാട്സപ്പിൻ്റെ
ആ സ്ക്രീൻഷോട്ടിൽ തന്നെ ഡിസപ്പിയറിംഗ് മെസ്സേജ് ഓണാ, കൂടി വന്ന 90 ദിവസത്തിൽ കൂടുതൽ ആ മെസ്സേജ് അത് കിടക്കില്ല. എങ്ങനെ വിളി സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു? അപ്പൊ അവർ പറയുന്നത് രാഹുലിന് വിശ്വാസം ഉണ്ടാവില്ല. അപ്പൊ രാഹുലിന് വിശ്വാസം ഇല്ലാതെ രാഹുലിന്റെ അടുത്ത് ഗർഭം ധരിക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് പ്രിക്കോഷൻ? സെക്സ് അവരുടെ ഇഷ്ടമാണ്, അത് ചെയ്തോട്ടെ. പ്രിക്കോഷൻ എടുക്കാതെ ഇവിടെ എന്തിനു പോയി? അതിനൊരു കാരണം ഒരുപാട് കൊണ്ട് നമ്മൾ ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവ് ആണ്. പെൺകുട്ടിയെ കുറ്റം പറയുന്നില്ല, അയാളെയും കുറ്റം പറയുന്നില്ല, അതൊക്കെ അവരുടെ കാര്യങ്ങളാണ്. എന്റെ സ്റ്റാൻഡ് അതാണ്. പക്ഷെ ഞാൻ ഇതൊരു ഉദാഹരണമായി ഇതിന്റെ ഒരു മനഃശാസ്ത്ര വശം ഞാൻ പറയാം. എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയത്, എന്നിൽ നിന്നും നിനക്ക് ഒരു കുട്ടി ഉണ്ടാകണമെന്നുള്ള എന്റെ ആഗ്രഹമാണെന്ന് പുരുഷൻ നിർബന്ധം പിടിക്കുകയാണെന്ന് വിചാരിച്ചു. സാധാരണ സ്ത്രീകളാ പിടിക്കാറ് അല്ലേ? അത് ഇവളുടെ പൂർണ്ണമായി ഇവിടെ നിന്ന് ഹാപ്പി ആക്കാൻ വേണ്ടി ഇദ്ദേഹം പറഞ്ഞതും ആകാം. അതായത് എനിക്ക് നിന്നിലൊരു കുട്ടി വേണമെന്ന് ഞാൻ എന്നെ അത്രത്തോളം സ്നേഹിക്കുന്നു. അപ്പൊ അവളെ പൂർണ്ണമായിട്ട് അവളുടെ സഹകരണം ഇവൻ കാക്ഷിക്കുന്നുണ്ട്. അതായിരിക്കണം ഒരു ചേതോവികാരം എന്നാണ് ഇതിനകത്ത് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരിക്കലും ഒരു പുരുഷൻ പറയില്ല ഇതിനെ കല്യാണം കഴിക്കുന്നില്ല, നിന്നിൽ ഒരു കുട്ടി എനിക്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ഇവളെ ഒന്ന് പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൂടുതൽ ഒരു സഹകരണം കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിന്നെ അത്രത്തോളം എനിക്ക് സ്നേഹമാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഒരു തട്ട് തട്ടുന്ന പുള്ളി. അല്ലാതെ അങ്ങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. നമുക്കറിയില്ല, പെൺകുട്ടിയോ അല്ലെങ്കിൽ രാഹുലോ ഇതിന് ഉത്തരം പറയേണ്ടതാണ്. അവർ രണ്ടുപേരും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു കാരണം. കാരണം അത്രത്തോളം ഞാൻ ഇൻവോൾവ്ഡ് ആണ് നിന്നിൽ. കാരണം അവള് നീ ഒരു കുടുംബജീവിതം നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് ഉണ്ട്. പക്ഷെ ഉണ്ടെന്ന് പറയുന്നുണ്ടോ? വിവാഹം കഴിക്കുമെന്ന് പറയുന്നുണ്ടോ? ഇല്ല. എന്റെ ഒരു കുട്ടി നിന്നിൽ ഉണ്ടാകണം. കാരണം ഞാൻ അത്രത്തോളം നിന്നെ മനസ്സ് ഹൃദയം തുറന്ന് സ്നേഹിക്കുന്നോണ്ടാണ് അത് പറയുന്നത്. സൈക്കോളജി മൂവ്മെന്റ് അത് അങ്ങനെ മാത്രമേ ഇതിനകത്ത് കാണാൻ പറ്റൂ. അതാണത്. എന്നിട്ട് ഈ ഇത്രയും അത് ഞാൻ നേരത്തെ പറഞ്ഞ സ്ത്രീയുടെ ഇമോഷനെയാണ് അവിടെ ട്രിഗറാക്കുന്നത്. അവളുടെ ഇമോഷൻ കൊണ്ട് ശരി, അപ്പൊ ഇത്രത്തോളം എന്നെ അദ്ദേഹം സ്നേഹിക്കുന്നു. അവിടെ ആ പെൺകുട്ടിയുടെ മനസ്സിൽ രണ്ട് ഘട്ടങ്ങളാണ്. ഒന്ന് ഇമോഷണലി ഉണ്ടാവുന്ന സ്നേഹവും ഇതിലൊരു വിശ്വാസക്കുറവും. അല്ലെങ്കിൽ ആ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കേണ്ട കാര്യമില്ല. കാരണം ഇവർക്ക് അറിയാവില്ല, പലപ്പോഴും ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പം അതിന് അത്ര കൂടുതൽ കുറച്ച് കഴിഞ്ഞാൽ ഒരു ഭയം സ്ത്രീകൾക്ക് എപ്പോഴാണെന്നും ഉണ്ടാവും. ആ ഒരു സംഭവം കാരണമാണ് ഈ ഇമോഷനെയാണ് പലപ്പോഴും ഹൈജാക്ക് ചെയ്യപ്പെടുന്നത്. ഇതിൽ നിന്നൊക്കെ ഓവർകം ചെയ്യാൻ നമുക്ക് സഹായിക്കാൻ പറ്റും. തീർച്ചയായിട്ടും അതിന് ശരിയായ അവബോധമാണ് ആവശ്യം. അത് സ്കൂൾ തലത്തിൽ തൊട്ട് കൊടുക്കാൻ പറ്റണം. അതായത് പ്രായപൂർത്തി മെച്യൂരിറ്റി ആയി വരുമ്പോൾ മുതൽ പലപ്പോഴും സ്വാഭാവികമായിട്ടും പെൺകുട്ടിക്ക് ആൺകുട്ടിയോടോ ആൺകുട്ടിക്ക് പെൺകുട്ടിയോടോ ഒക്കെ ഒരു പ്രണയത്തിന്റെ തലത്തിലേക്ക് എത്താം. കാരണം നമ്മൾ 5ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ ഉള്ള ഒരു സൗഹൃദമല്ല 8, 9, 10 സ്റ്റാൻഡേർഡിലേക്ക് വരുമ്പോൾ. അപ്പൊ ആ ഒരു തലം മാറുമ്പോൾ എങ്ങനെ ഒരു ബാരിയർ സൃഷ്ടിച്ചുകൊണ്ട് നിൽക്കണം എന്നുള്ളത് പെൺകുട്ടിക്ക് നല്ല അവബോധം കൊടുക്കണം. കാരണം വെച്ചാൽ പ്രകൃതി ഒരു നിശ്ചയമുണ്ട്. പുരുഷൻ എന്ന് പറയുന്നത് വണ്ടിനെ പോലെയാന്ന് പറയല്ലേ. പൂ ഒരിടത്ത് നിൽക്കത്തേ ഉള്ളൂ. പൂവിന് ആകർഷണമുണ്ട്. വണ്ടി ഇങ്ങനെ പൂവിന്റെ അടുത്ത് പല പൂക്കളിലായിട്ട് മാറി മാറി പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മളാണ് ഏറ്റവും കൂടുതൽ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതെന്നും ഈ മുൻകൂട്ടി കാണാനും എടുക്കാനുള്ള കഴിവുണ്ടെന്നും ഇപ്പം ഇതിലോട്ടൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ വലിയൊരു ലക്ഷ്യമാണ് അവിടെ തകർന്നു പോകുന്നതെന്നൊക്കെ ഒരു നല്ലൊരു അവബോധം പെൺകുട്ടികൾ കൊടുക്കുക. മറ്റൊന്ന്, ഈ ഒരു പുരുഷനൊരു പെൺകുട്ടിയെ നോക്കുമ്പം അല്ലെങ്കിൽ സ്ത്രീകളെ നോക്കുമ്പോൾ സ്ത്രീ ഏറ്റവും കൂടുതൽ നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ ആണുങ്ങളും പെണ്ണുങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. ഒരു സ്ത്രീയെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ആരായിരിക്കും എന്നറിയാം? സ്ത്രീകൾ തന്നെ ആയിരിക്കും. പുരുഷന്മാരെ ശ്രദ്ധിക്കുന്ന സ്ത്രീകളായിരിക്കും. സ്ത്രീകള് കാരണം വെച്ചാൽ ഞാൻ കൊടുത്തിരിക്കുന്ന സാരി എന്റെ ഒരുക്കൊക്കെ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്കൊരു വിഷയം ഉണ്ടായി. ഒരു രസകരമായ ഒരു സംഭവമാണ്. 3 പെൺകുട്ടികളിൽ നിന്ന് സംസാരിക്കും. ഒരു പുതിയ പെൺകുട്ടി വന്നു, കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുതിയ ഒരാൾ കാണാൻ വന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ട് ഈ പെൺകുട്ടി പോയി കഴിഞ്ഞപ്പോൾ ഇവര് നല്ല വേണ്ട ഞാൻ ഇങ്ങനെ നോക്കിട്ട് പറഞ്ഞാൽ, ഇന്നേ വരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പുരുഷനെ നോക്കിട്ട് ഏതെങ്കിലും ചെറുക്കന്മാര് നല്ലൊരു പയ്യൻ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? നല്ല ലുക്ക് പറയില്ല, സ്ത്രീകൾ പറയും. അപ്പൊ അത് ആ ഒരു പ്രകൃതി സഹജമായതാണ്. എന്നെ അതിനാണല്ലോ ആകർഷണ സ്വഭാവം പൂക്കൾക്ക് കൊടുത്തിരിക്കുന്നത്. അത് വേണം. പക്ഷെ സ്ത്രീകളിപ്പം വിചാരിക്കാനുള്ളത് അത് അവിടെ നിൽക്കട്ടെ, നമ്മുടെ ബൗണ്ടറി കടന്ന് ഒരു കംഫർട്ട് സോൺ കടന്ന് ഇങ്ങോട്ടൊരു നോട്ടം പോലും വരാതിരിക്കാൻ സ്ത്രീകൾ മുൻകൂട്ടി കാണാൻ കഴിവുള്ളവരാണല്ലോ, അവരവിടെ നിർത്താൻ പറ്റണം. ഇത് ചെറുപ്പത്തിലെ പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിലാണ് ഈ അതിർവരമ്പ് കടന്നു വരുന്നത്. പറഞ്ഞില്ല, ഒരു നോട്ടം നോക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് അറിയാം. പുരുഷൻ ഇങ്ങനെ കുറേ നേരം ആലോചിച്ചുകൊണ്ടിരിക്കും. എത്ര സ്ത്രീകളാണെന്ന് പുരുഷനൊരു അത്ര സുഖമല്ലാത്ത രീതിയിൽ നോട്ടം ഉണ്ടെങ്കിൽ അവൾ തറപ്പിച്ചൊരു നോട്ടം കണ്ണിലോട്ട് നോക്കിയാൽ അതോടെ തീരാവുന്നേ ഉള്ളൂ. പക്ഷേ സ്ത്രീകൾ പലപ്പോഴും ഇതൊക്കെ അറിയാമെങ്കിലും എന്തിനാ വെറുതെ തന്നല്ല, അവരുടെ ഉള്ളിൽ ചിലപ്പോൾ പല ആൾക്കാർ കാണുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ യെസ് പറയേണ്ടത് യെസ്സും നോ പറയേണ്ടത് നോയും പറയേണ്ടതുപോലെ പറയാത്തതാണ് ഈ അതിർവരമ്പ് കടന്ന് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ സംഭവിക്കുന്നത് ചിലപ്പോൾ തൻ്റെ അടികളായ പെൺകുട്ടികളുണ്ടാവും. എന്നെ അങ്ങനൊന്നും ആർക്കും വീഴ്ത്താനൊന്നും പറ്റില്ല,
ഇച്ചിരി തൻ്റെ ഇടമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവളുടെ കണ്ണിൻ്റെ മുന്നിലൂടെ പല പ്രാവശ്യം ഇവൻ ഏതെങ്കിലും വിധത്തിൽ കാണാനും എടുക്കാനും സാഹചര്യം സൃഷ്ടിച്ച ഉറപ്പാണ് അവിടെ ഉള്ളിൽ സാധനം പിടിക്കും. കാരണം നമ്മുടെ ഉപബോധ മനസ്സിന് ലോജിക്കില്ല. കോൺഷ്യസ് മൈൻഡിൻ്റെ കണ്ണിൻ്റെ മുന്നിലൂടെ പോകുന്നതെല്ലാം ഉപബോധ മനസ്സ് റിപ്പീറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സൗഹൃദത്തിലേക്ക് എത്തും. അതുകൊണ്ടാണ് പണ്ട് പറയാറില്ലേ, വീട്ടിലേക്ക് പരിചയമില്ലാത്ത ആൾക്കാർ വന്നാൽ കാരണവന്മാർ പറയും, സ്ത്രീകൾ പെൺകുട്ടികളെ കയറി അകത്ത് പോകാൻ പറയും. ഇപ്പോഴത്തെ കുട്ടികളാണെന്ന് പറയും, എന്തിനാ കയറത്ത് പോകുന്നു, ഞങ്ങൾ മനുഷ്യല്ല, എനിക്കറിയാം എന്നെ നോക്കാൻ, ഞാൻ അവിടെ തന്നെ ഇരിക്കും, മൊബൈൽ നോക്കി അവിടെ ഇരിക്കും അല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലൊരു സൈക്കോളജി ഉണ്ട്. കാരണം പല പ്രാവശ്യം നമ്മുടെ കണ്ണിലൂടെ പോകേണ്ട ഒരു അവസ്ഥ വന്നാൽ ഉറപ്പായിട്ടും ഉള്ളുകൊണ്ട് കണക്ട് ചെയ്യും. ഇത് അറിഞ്ഞുകൊണ്ട് പലരും വീഴ്ത്താൻ നടക്കും. പറയാം, ഞാൻ നടന്ന് വീഴ്ത്തി എന്നല്ല പറയും. അതിച്ച് ശത്രുത ഉണ്ടാവും. പക്ഷെ എന്നാലും വീണ്ടും വീണ്ടും തലയ്ക്കകത്ത് ഓർക്കാനുള്ള അവസരം സൃഷ്ടിച്ചാൽ എത്ര തൻ്റെ ഇടിയായ പെൺപിള്ളേരും പലപ്പോഴും വീണു പോകാനുള്ള കാരണം ഇതാണ്. ഇതേപോലെയാണ് നേരത്തെ ചോദിച്ച ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയാറുള്ള ലിവിങ് ടുഗദർ. ഈ ലിവിങ് ടുഗദറിലും സംഭവിക്കുന്ന ഇതാ, അവരുദ്ദേശിക്കുന്ന ഫ്രീഡമാണ്. വിവാഹത്തിലോട്ട് പോയി കഴിഞ്ഞാൽ അത് പറ്റില്ല. അപ്പോൾ ഫ്രീഡം ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമുക്ക് അവനൊരു ജോലി ചെയ്യാം, ഒരാൾക്ക് ഹെൽപ്പ്, ഇതൊക്കെ അഡ്വാൻറ്റേജ് ആദ്യം കാണുന്നു. പക്ഷെ സ്ത്രീ പുരുഷ ബന്ധമല്ലേ, അത് കുറച്ച് നാളങ്ങോട്ട് മുന്നോട്ട് പോയി കഴിയുമ്പം ഈ ഇമോഷണൽ ഏരിയ ടച്ച് ആവും. ഈ അടുത്ത സമയത്ത് ലിവിങ് ടുഗദറുള്ള ഒരു പെൺകുട്ടി, അവളൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ നടത്തി വീട്ടുകാർ കൊണ്ടുവന്നു. ആദ്യം അങ്ങ് പോയതാ, ഒരു 4-5 വർഷം വരായിരുന്നു. പിന്നെ അവസാനം വീട്ടുകാർ ഇടപെട്ടുകൾ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയാൽ കൊണ്ടുവന്ന. ഞാൻ അവനോട് ചോദിച്ചു, നീ വിഷമിക്കേണ്ട ആവശ്യം എന്താ? അത് കാരണം അവൻ എന്നെ ഇപ്പോൾ ഒരുപാട് അവോയ്ഡ് ചെയ്യുന്നു, ഇപ്പം അവന് വേറെ വിവാഹം കഴിക്കണമെന്നൊക്കെ പറയും. നമ്മൾ ഞാൻ നിനക്ക് എന്താ വിഷമം? ആദ്യം ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, ലിവിങ് ടുഗദർ നമ്മളെ തുടങ്ങിയത്, അതൊക്കെ പറഞ്ഞാൽ തുടങ്ങിയത്. പക്ഷേ ലാസ്റ്റ് 3-4 വർഷം കഴിഞ്ഞപ്പം അവൻ പിരിയുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല.